ഞാൻ അവിടെ വെച്ച് ഒന്ന് പറഞ്ഞിരാന്ന് കരുതി എല്ലാവരോടും പറഞ്ഞു നടക്കണ്ട കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനോടല്ലേ പറഞ്ഞ? അതിന് പിന്നെ അത് വേണ്ടെന്നാ പറഞ്ഞ. 6 മാസം കൊണ്ടൊന്നും കല്യാണം നടക്കില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല, പ്ലാൻ ചെയ്ത് പോലും ഇല്ലാതെ. പിന്നെ അപ്പൊ നിനക്ക് ഞാൻ ആലോചിക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ സമയം വേണം, അതാ പറയണല്ലേ? എഴുതാപ്പുറം വായിക്കില്ല ഈശാം. എനിക്ക് മൈൻഡ് സെറ്റ് ആനുള്ള ടൈമാണ് ഞാൻ ചോദിച്ചത്. അത് ശരി. അപ്പൊ നിങ്ങൾ കൂടി ആലോചിക്കാതാണ് തീരുമാനം എടുത്തതല്ലേ? കല്യാണം എന്നൊക്കെ പറയുമ്പോ അതുപോലെ ആലോചിച്ചുറപ്പിച്ചെടുക്കേണ്ടല്ലേ? ഇപ്പൊ ഒരുപാടൊക്കെ ആലോചിച്ചിട്ടെന്തിനാ? കുറച്ച് കഴിയുമ്പോ ഡിവോഴ്സ് ആകാനുള്ളതല്ലേ? എന്താ? അല്ല, റോഹിച്ചൻ തന്നെ ആലോചിച്ചുറപ്പിച്ചിട്ടൊക്കെ വിവാഹം കഴിച്ചിട്ട് എന്തായി? ഡിവോഴ്സ് ആയില്ലേ? ഈ കല്യാണം എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ അട്ടർ ഫ്ലോപ്പാ. 100-ൽ 1 കേസല്ലേ, എല്ലാം അങ്ങനെ ആവണമെന്നല്ലോ. പക്ഷേ തീരുമാനിച്ച ബന്ധങ്ങളല്ലേ കൂടുതലും നിലനിൽക്കുന്നത്. മോളെ അത് പോയിന്റ് കൂടെ ഹൈഫൈ. അത് വേണ്ട. നിർബന്ധമായിട്ടും കല്യാണം കഴിക്കണമെന്ന രീതിയൊക്കെ മാറേണ്ട കാലമായി. എല്ലാം മാറി. എന്നിട്ട് ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ഇവൻ പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നല്ലവണ്ണം ആലോചിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കും. ആളായിട്ട് എന്തെങ്കിലും സഹായം, അതിന് പണമായിട്ടും വേണമെങ്കിൽ ഞാനുണ്ട്. റോയിച്ച നല്ല കിടിലൻ ഡയലോഗ്. അടി റോയിച്ച ഹൈഫ്. ഒന്ന് പോയാലോ? ഓക്കെ, റോഹിച്ചൻ പറഞ്ഞാ ശരി. അതങ്ങനെ തന്നെ മതി. എല്ലാം ശരിയായി ലൈഫിൽ സെറ്റായതിനു ശേഷം മതി കല്യാണം. ഒരു ഹൈഫൈ തരുമോ? മോനെ ആനന്ദേ, ഞാൻ കുറച്ച് മൂഡ് ഓഫാ. ഇല്ലെങ്കിൽ സത്യമായി ഞാൻ നിനക്ക് തന്നേനെ. ആരുടെ നിർബന്ധത്തിന് വഴങ്ങി ആര് തീരുമാനം മാറ്റണ്ട. എനിക്കിപ്പ കല്യാണം വേണ്ട, അതാ എന്റെ തീരുമാനം. ഇവക്കൊക്കെ ഒരു ഹൈഫൈ എന്ന് പോയിക്കൂടെ? ഹൈഫൈ ഇല്ലാതെ ലൈഫിൽ എന്താഘോഷം? ഞാനത് പറഞ്ഞെന്ന് കരുതി എന്തിനാ നീ ഡെസ്പായേ? പിന്നെ ഡെസ്പ് അവതരിക്കോ? മോക്ക് എന്റെ സ്വഭാവം അറിയില്ലേ? അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരാ ഡെസ്പ് അവതരിക്കേ? പോട്ടടാ, അത് വിട്, നമുക്കത് മറക്കാം പ്ലീസ്. മറക്കാം, അത് പോട്ടെ. പക്ഷെ നാളെ ഒരു ഔട്ടിങ്ങിന് നീ വരേണ്ടി വരും. നാളെയല്ലേ? കോഫി ഷോപ്പിൽ നല്ല തിരക്കുള്ള ദിവസം. ഔട്ടിങ്ങിന് പറ്റിയ സമയമാ. വരാം, പോരെ? നാളെ വേണ്ട, മറ്റന്നാളായാലോ? വേണ്ട, അതിന്റെ പിറ്റേ ദിവസമാവല്ലോ. അതൊക്കെ. ഓ, താങ്ക് യു മോളെ, താങ്ക് യു. അയ്യോടാ, സന്തോഷം കണ്ടോ? തീരാറായി. സാറേ ഇഷാമല്ലേ ഇത്? പോയി നോക്കാം, കിട്ടുമായിരിക്കും. സാറേ, ഈ സന്തോഷത്തിനൊരു ഹൈഫൈ തരും. അയ്യോ പാവം. കറക്റ്റ് 3 എണ്ണം, 7 എണ്ണം പുറകെ വരുന്നുണ്ട്. ഓ